I'm very happy to stand and attend this inauguration of the first phase of CL's Aero Park, which is a center for excellence in aviation maintenance, training, and technical support services. This is indeed a landmark initiative. We are greatly honored by the valuable presence of our Honorable Chief Minister, honorable leaders, honorable ministers, members of Parliament, members of Legislative Assembly, CIAL officials, other distinguished guests and invitees. We are happy that this project is creating substantial employment, generating significant tax revenues, and building future-ready capabilities for fast evolving aviation industry. Sir, brothers and sisters, as we all know, our Cochin International Airport committed to excellence and innovation. CL is expanding its infrastructure with several projects. These developments are part of our strategy to enhance Cochin Airport's position as a major aviation hub in India. വികസനത്തിൻ്റെ പുതിയ വാതായനങ്ങൾ തുറന്ന് നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു പുതിയ മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. ഏവിയേഷൻ മെയിൻ്റനൻസ്, ട്രെയിനിങ്, മറ്റ് സാങ്കേതിക സഹായങ്ങൾ എന്നിവയ്ക്കുള്ള സിയാൽ എയറോ പാർക്കിൻ്റെ ഒന്നാം ഘട്ടമാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. കൊച്ചി വിമാനത്താവളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏവിയേഷൻ ഹബ്ബാകുന്നതിൻ്റെ മുന്നോടിയാണ് എയറോ പാർക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാം. ഞാൻ ഈ എയർപോർട്ട് തുടങ്ങി അന്ന് മുതൽ ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മുതൽ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ചെയർമാനായിട്ടുള്ള സമയം അതിൻ്റെ ഇടയിലുള്ള എല്ലാ ചീഫ് മിനിസ്റ്റർമാരുമായി ബോർഡ് മീറ്റിങ്ങുകളിൽ പങ്കെടുത്തവരാണ്. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഞങ്ങളൊരു വിഷനോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസ് ഒരുമിച്ച് ഇത് സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബിക്കോസ് നൗ ദ ന്യൂ ഇന്നോവേഷൻ, ട്രാൻസ്ഫോർമേഷൻ, ന്യൂ ചേഞ്ചസ്, ന്യൂ അപ്ഗ്രേഡേഷൻ, ഇതെല്ലാം കൂടി ഒത്തിണക്കി നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇത് പഴയതിലേക്ക് പോകേണ്ടി വരും. ഇന്നും പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് 30ഓളം കൊല്ലം മുമ്പ് ഞങ്ങൾ പി പ്രൊജക്റ്റ് ഫസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത് ഈ കൊച്ചിൻ എയർപോർട്ടാണ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ കാശും അതിൻ്റെ 50 ഇരട്ടിയും എല്ലാവർക്കും ലാഭം കൊടുക്കൽ കഴിഞ്ഞു. എന്നിട്ടും ഞങ്ങൾ വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ കാശ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് കിട്ടിയത് മതി എന്ന് പറഞ്ഞിരിക്കലല്ല ഞങ്ങളുടെ സ്ട്രാറ്റജി. സമയാസന്ദർഭങ്ങളിൽ പുതിയ പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ, ന്യൂ ഇന്നോവേഷൻ, ആസ് ഐ മെൻഷൻ, വി ആർ ഇംപ്ലിമെൻറ്റിംഗ് ഇൻ ദിസ് പ്രൊജക്ട് അണ്ടർ ദി ഡൈനാമിക് ലീഡർഷിപ്പ് ഓഫ് അവർ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ. ഞങ്ങൾ ഏത് പുതിയ പ്രൊജക്റ്റിനെ പറ്റി ഞങ്ങൾ സംസാരം വന്നാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉടൻ തന്നെ അത് അപ്രൂവ് ചെയ്ത് ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ്. ഒരുപാട് എയർലൈൻസ് ഇനിയും കൊച്ചിയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അത് നമ്മളുടെ ഒരു വിഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഫ്യൂച്ചർ ജനറേഷന് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് കണ്ടുകൊണ്ട് അതനുസരിച്ച് അപ്പം ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്കടിച്ച് പോകും. നിങ്ങൾക്കറിയാം, സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻ്റ് എയർപോർട്ടായിട്ട് ഇത് മാറുകയാണ്. ഇതിനെല്ലാം സഹായം ചെയ്തു തരുന്ന ഇവിടുത്തെ ഒഫീഷ്യൽസ്, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ, എമിഗ്രേഷനാണ് ഇറങ്ങി വന്നോടനെ നമ്മുടെ ഇന്ത്യയുടെ ഫേസ്, അവരുടെ വളരെ സ്നേഹനിർഭരമായ പെരുമാറ്റം, അതുകൂടാതെ ബഹുമാനപ്പെട്ട കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന സ്നേഹത്തോടുകൂടിയുള്ള പരിശോധന, അതൊക്കെ കൂടിയാണ് ഈ എയർപോർട്ട് കൂടുതൽ ആളുകൾ വരുവാൻ. പിന്നെ ഞങ്ങളുടെ ഗ്രൗണ്ട് സ്റ്റാഫുകൾ, അവരുടെയൊക്കെ പ്രവർത്തനം, ദിസ് ഈസ് എ കളക്റ്റീവ് എഫർട്ട്
അതുകൊണ്ടാണ് ഈ എയർപോർട്ട് ഇത്രയും ഉയർച്ചയിലേക്ക് പോകുന്നത്. അതുകൂടാതെ ഞങ്ങൾ അപ്പോൾ ഇപ്പോൾ ഒരു എയർപോർട്ട് പണിതു, അതങ്ങനെ ഞങ്ങൾ വിടുകയില്ല. ടൈം അനുസരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് അപ്ഗ്രേഡ് ചെയ്ത് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇത് പഴയതായി പോകും. ഒരു പാസഞ്ചർ, ഒരു ഫോറിനർ ഇവിടെ വന്നാൽ ഇതൊരു ബ്യൂട്ടിഫുൾ എയർപോർട്ട് എന്ന് പറയാവുന്ന രീതിയിൽ ഞങ്ങൾ ലാഭം ഒഴിവെടുക്കുന്നതിന് മുമ്പ് ലാഭം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അപ്ഗ്രേഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ, അതുകൂടാതെ സബ് കമ്മിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ, മറ്റ് മിനിസ്റ്റർമാർ, MLA-മാർ, മറ്റെല്ലാവരുടെയും സഹകരണം ഇതിലുണ്ട് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. താങ്ക് യു വെരി മച്ച്. ഇനിയും അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഉടൻ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഓൾ സപ്പോർട്ട്. താങ്ക് യു വെരി മച്ച്.